മലയാളികളുടെ വലിയ എഴുത്തുകാരും രാഷ്ട്രീയ നേതാക്കളും തങ്ങൾ അണിയാത്ത വേഷങ്ങളിൽ പകർന്നാടുന്ന എസ് ഹരീഷിന്റെ നോവലാണ് ഓഗസ്റ്റ് 17. ഇത് നമ്മുടെ ദേശത്തിന്റെയും കാലത്തിന്റെയും പ്രാദേശിക ചരിത്രം കൂടിയാണ്. ഇതിൽ കാമത്തെയും പ്രണയത്തെയും പലായനത്തെയും അധികാരത്തോട് ചേർത്ത് നിർത്തുന്നു. ഓരോ നിമിഷവും വല്ലാതെ നീണ്ടപ്പോൾ ഞാൻ അതിന്റെ അറ്റത്തേക്ക് നടന്നു വലഞ്ഞു. ദൈവമേ, ഇത് തീരുന്നില്ലല്ലോ, ഞാൻ തന്നെത്താൻ പറഞ്ഞു. ചുറ്റുമുള്ള ലോകവും മനുഷ്യരുമാണ് നമ്മുടെ സമയം കളയുന്നത്. അവർ ഉറങ്ങിപ്പോയാൽ ഞാനെന്ത് ചെയ്യും? ഒട്ടും നീങ്ങാതായപ്പോൾ ഞാൻ ലൈറ്റ് തെളിയിച്ചു. രാവിലെ വാങ്ങി മടക്കി വെച്ചിരുന്ന പത്രം തറയിൽ നിവർത്തി വെച്ച് നോക്കി. അതിൽ വേറൊരു ബഷീർ തെളിഞ്ഞു വരുന്നു. ലേഖകർ വാക്കുകൾ കൊണ്ട് വരച്ചുണ്ടാക്കിയ ചിത്രത്തിന് ഞാൻ അറിയുന്ന ബഷീറുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് അന്വേഷിച്ചു. അവർ പറയുന്നത് പ്രകാരം അയാൾ ലോകം മുഴുവൻ കറങ്ങിയിട്ടുണ്ട്. സന്യാസിയായി നടന്നിട്ടുണ്ട്, ധർമ്മക്കാരനായിട്ടുണ്ട്, മാജിക്കുകാരനായിട്ടുണ്ട്, ഗുസ്തിക്കാരനാണ്, ബോംബുണ്ടാക്കാൻ അറിയാം, ഗാന്ധിയെ തൊട്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇത്രയുമൊക്കെ ചെയ്യാമെങ്കിൽ അയാളുടെ പ്രായവും ജീവിതമൊന്നും പോരാ. ഏലിക്കുട്ടി പറഞ്ഞ കഥയിലേതുപോലെ ദൈവം അയാൾക്ക് ഒരവസരം കൂടി കൊടുത്തുവോ? എസ് ഹരീഷിന്റെ ഓഗസ്റ്റ് 17.